ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കക്ക റോസ്റ്റ് അല്ലെങ്കിൽ കക്ക ഇറച്ചി ഉലർത്തിയത് എന്നൊക്കെ പറയാം. ഇത് നമ്മൾ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോ വരുന്ന കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ സൈസുള്ള കക്കയിറച്ചിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു അഴുക്കുണ്ട്. ആ അഴുക്ക് നമ്മൾ കളയണം. ആ അഴുക്കോട് കൂടിയിട്ട് നമ്മളിത് കഴിക്കാൻ പാടില്ല, ശരീരത്തിന് അത്ര നല്ലതല്ല. ഈ അഴുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. അതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത കളറിൽ ഒരു അഴുക്ക് വരും, അതാണ് നമ്മൾ കളയേണ്ടത്. കണ്ടില്ലേ, ഇതുമാതിരിയാണ് ഉണ്ടാവുക. ഇതുപോലെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. ഒരു 4-5 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകുന്ന വരെ നന്നായി കഴുകണം. അതിനുശേഷം ഇതിനൊരു സ്മെല്ല് ഉണ്ടാവും. ആ സ്മെല്ല് പോകാനായിട്ട് കുറച്ച് നേരം വിനീഗറും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി കഴുകിയെടുത്തിട്ടുള്ള കക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഏത് പാത്രത്തിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കക്കയ്ക്ക് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. അതിൽ വെച്ചിട്ട് ഒരു 4-5 വിസിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കത് മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം 2 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കക്കയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും ഇത് വേവിക്കേണ്ടി വരും. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കക്ക നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നാടൻ രീതിയിലുള്ള റോസ്റ്റാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നാളികേരക്കൊത്തും കൂടി ചേർക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നാളികേരക്കൊത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ സവാളയാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 പച്ചമുളക് ചേർക്കാം. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു യെല്ലോ കളറാവുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു കക്ക റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ റോസ്റ്റിൽ തക്കാളി വേണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാം. പക്ഷേ തക്കാളിയും കൂടി ചേർത്തിട്ട് ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഈ കക്കയിറച്ചിക്ക് നമ്മുടെ സൈഡിലൊക്കെ പറയുന്ന പേര് എരുന്ത് എന്നാണ്. എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ഒരു പേരുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ.
ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ കക്കയിറച്ചി വേവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സവാള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഈ കക്കയിറച്ചിയിലെ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ, അപ്പോൾ അത് വേഗം തന്നെ മസാലയായിട്ട് മിക്സ് ആയിക്കോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പതുക്കെ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവുകയെന്നുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം നമ്മുടെ കക്ക റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്ക റോസ്റ്റ്. ഇതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. ഈ കക്ക റോസ്റ്റ് പോലെ തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റിൻ്റെയും ബീഫ് റോസ്റ്റിൻ്റെയും മട്ടൻ റോസ്റ്റിൻ്റെയൊക്കെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്